അൽമിഷേ അതിൽ 2 മണി പച്ചക്കുരുമുളക് അരച്ചിരുന്നെങ്കിലേ ബീഫ് ഒന്നും കൂടി ഉഷാറായിരുന്നു. കുരുമുളക് വാണ്ടോളുണ്ടല്ലോ. എന്നാലും അതല്ല, 2 മണി പച്ചക്കുരുമുളക്. എന്റെ കുട്ടേട്ടാ, ഓല് ഹജ്ജിന് പോണ പരിപാടി നിങ്ങളോട് പറഞ്ഞേക്കണോ? ഇല്ല. എന്റെ പിന്നാലെ നിങ്ങൾ തൂങ്ങി പിടിച്ച് പോകുന്നതല്ലേ? അതെ. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഓസിക്ക് നക്കിയതും പോരാ ഇതുമാര് ഉലക്കാതെ നാരെ വർത്താനം പറയാൻ നിൽക്കരുതല്ലേ തിന്നു കഴിഞ്ഞിട്ട്? ചെങ്ങായി, ഇറച്ചി ആയതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ കൂടെ വന്നത്. ഇത് സദ്യക്കാണെങ്കിൽ അന്നെ ഞാൻ കൊണ്ടുപോകാറില്ലേ? ഇജ്ജ് മൂക്കമുട്ട നക്കാറുമില്ലേ? എന്നിട്ട് ഒലക്കമല വർത്താനം പറയാ. കുട്ടേട്ട കോംപ്രമൈസ് ഞാനൊരു തമാശ പറഞ്ഞല്ലേ. പിന്നെ ഈ കാര്യം നമ്മൾ മൂന്നാളല്ലാതെ 4ാമത്തെ ഒരാളെ അറിയരുതില്ലേ? ഏതാ 3ാമത്തെ ഒരാള്? ആ നാരോടെ ഇരുന്ന് കേട്ടും കൂടി കണ്ടില്ലേ? എന്താണ് ചെങ്ങായിമാരങ്ങൾ ഈ കുട്ടികളെ മാതിരി തല്ലും പൊടിയും കൂടി കാണ്ട് എവിടുന്ന് 2 കൂടി വരുന്നിട്ട്? അത് വേറൊന്നും അല്ല യൂസുഫ് അലിയ, എന്റെ വീടിന്റെ അടുത്ത് ആ പാത്തോത്തല്ലേ ഓല് ഹജ്ജിന് പോകാണ്. അപ്പൊ അവിടെ ചെറിയൊരു പരിപാടിയാണ്. അതിന് ഞാൻ ഇയാളുടെ പിന്നാലെ പോകുന്നതാണ്. അടിയന്തര പരിപാടി? അടിയന്തരോ? എന്തോ അലക്കമല വർത്താന ചങ്ങാഴ്ച പറയുന്നത്. അവര് മരിച്ചിട്ടൊന്നുമില്ല, ഹജ്ജിന് പോകാനുള്ള പരിപാടിയാണ്. ചെങ്ങായിയെ രണ്ടും ഒന്ന് തന്നെയാണ്. പണ്ടത്തെ കാലത്ത് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ പല ആളുകളും മരണപ്പെടാറാണ്, തിരിച്ചു വരവില്ല. അപ്പൊ ആയതിന് അടിയന്തര കഴിച്ചിട്ട് ഇവിടുന്ന് പോലെ അതിന്റെ ചൂട് പിടിച്ചിട്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. അല്ല പിന്നെ എന്തിനാ കുട്ടേനെ കൊണ്ടുപോയിന്ന് ദ്വയർക്കാനോ? അല്ല, അതെന്ത് പരിപാടിയാ അൽബിഷ് ഭായ്? അത് എനിക്ക് തന്നില്ലല്ലോ. എന്റെ പുന്നാറ കുട്ടേട്ടാ, ഈ ദ്വയാന്ന് പറഞ്ഞ തിന്നണ സാധനമല്ല, അതൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് ഈ തിന്നണ സാധനം മാത്രം മണ്ടയിൽ വരുള്ളൂ. പിന്നെ ഈ ഹജ്ജിന് പോണ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പഴയൊരു കാര്യം ഓർമ്മ വന്നത്. തുടങ്ങി ഓന്റെ ഒരു ഒലക്കമ്മല പഴംപുരാണം. ഇജ്ജ് പറയൂ യൂസുഫ് അലി. കുട്ടേട്ടാ, പണ്ടിന്റെ വല്യപ്പ ഹജ്ജിന് പോയപ്പോഴേ മക്കത്ത് നെഹ്റുവിനെ കണ്ടു. അല്ല, നെഹ്റു എന്ന് പറയുമ്പോ നമ്മളെ ജവഹർലാൽ നെഹ്റുവിനെ തന്നെയാണോ ഉദ്ദേശിച്ചത്? നമ്മളെ ജവഹർലാൽ നെഹ്റു തന്നെ. നിർത്ത്. ഇപ്പൊ പറഞ്ഞിട്ട് എവിടുക്കാ കയറി പോണത്? എന്തേ ചെങ്ങായി, ജവഹർലാൽ നെഹ്റു ഇങ്ങനെ മക്കത്ത് വരുന്നു? അയാളെന്താ മുസ്ലിമാ? അതന്നെ ഇപ്പൊ ഞാനിപ്പോ എന്നോട് ചോദിക്കാൻ വേണ്ടി നിൽക്കാം. ഇത്ര കാലമായിട്ട് ഇപ്പൊ ഈ 2 മോയന്തേൽക്കും അതറിയില്ല. എന്ത് വർത്താന യൂസുഫ് അലി ജി പറയണം? അയാൾ എങ്ങനെ മുസ്ലിം ആവുന്നു? എന്തൊരു കഷ്ടാണിത്. അപ്പൊ ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഇത് ശരിക്കും അറിയില്ല? കുട്ടേട്ടാ, ഈ പിരാന്തം പറയാൻ നിങ്ങൾ വിശ്വസിച്ചില്ലേ? നമുക്ക് ഗൂഗിളിനോട് ചോദിച്ചേക്കാം. ഇതില് ഗൂഗിളിലൊരു വാപ്പില്ല. ഇപ്പൊ കാണിച്ചു തരാം. യൂസുഫ് അലിയെ ഇതില് മൂപ്പര് ബ്രാഹ്മണനാണെന്നുള്ള കാണിക്കുന്നത്. നിങ്ങൾക്കിപ്പോ ഗൂഗിൾ പറഞ്ഞ വേദവാക്യം ഇതിപ്പോ ഗൂഗിൾ പറഞ്ഞും കേൾക്കണ്ട, ഞാൻ പറഞ്ഞും കേൾക്കണ്ട. നമ്മളെക്കാൾ നല്ല വിവരമുള്ള ഒരാളുണ്ട്, മൂപ്പര് പറഞ്ഞു കേട്ടോ. ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ 1ാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. അങ്ങനെ വാപ്പ മോത്തിലാൽ മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നല്ലോ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കുന്നത്?